ദേ നോക്കിക്കേ, സ്ഥാനം ഉണ്ടെങ്കിലേ കയറുള്ളെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു സ്വഭാവം, നമ്മുടെ ഉള്ളിൽ ഒരു യോഹന്നാൻ ഉണ്ടെന്നേ, സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന യോഹന്നാൻ. വീണ്ടും യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നു മർക്കോസ് 9:38 മുതൽ. അതായത് യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെ കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. അടുത്ത വചനം, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. യോഹന്നാന്റെ സ്വഭാവം കണ്ടോ? യോഹന്നാൻ ഒരുത്തനെ തടഞ്ഞു. എന്നിട്ട് ഈശോട് പറഞ്ഞു, അതെ, നമ്മുടെ ഗ്രൂപ്പിൽ പെടാത്ത ഒരുത്തനാ, അവൻ അങ്ങനെ പ്രസംഗിക്കണ്ട, അവൻ അങ്ങനെ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പ്, എൻ്റെ കാര്യം, എൻ്റെ അസഹിഷ്ണുത, ഇൻടോളറൻസ് എന്ന് പറയും. നീ ഏതാ? ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, നീ ഏതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ ഉള്ളിൽ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിനുള്ള വല്ലാത്തൊരു ദുഃഖമുണ്ട്, ഭാരമുണ്ടെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മായിയമ്മ മരുമകളിൽ അമ്മായിയമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ അമ്മായിയമ്മ എന്നോട് പറഞ്ഞെന്നറിയോ? അച്ഛാ, അവളെന്നാ വന്നത് ഈ വീട്ടിലോട്ട്? ഇത്രയും നാളും ഞാനാ കൊണ്ട് നടന്നത്, അവൾ ഇപ്പോഴല്ലേ വന്നത്? അവളൊരു സാമർത്ഥ്യക്കാരി വന്നിരിക്കുന്നു, അവൾ എന്നാ മുതലാ? അവൻ മരുമോൾ എന്നോട് പറയാം, അച്ഛാ, അമ്മായിയമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മ ഇച്ചിരി നേരത്തെ വന്നു, ഞാൻ ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വന്നവരാ. ഇത്ര വലിയ ചാടിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇച്ചിരി നേരത്തെ വന്നെന്നല്ലേ ഉള്ളൂ. അമ്മായിയമ്മയുടെ മരുമോള്. ഓർത്ത് നോക്കിക്കേ, ഈ യോഹന്നാന്റെ സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലില്ലാത്തവരെയും നമുക്ക് പറ്റാത്തവരെയും തടയും. നീ ആരാ? നീ എവിടുന്ന് വരുന്നു? അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവനെ ഇഷ്ടമല്ലെന്ന്